ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു നല്ല അടിപൊളി മെഗാ പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ബീഡ്സാണ്. അതും ഗ്ലാസ് ബീഡ്സിനാണ് നല്ല എൻക്വയറി വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കിറ്റായിട്ട് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി കിറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന്. ഇത് രണ്ട് റേറ്റിൽ വരുന്നുണ്ട്. 399 രൂപേൻ്റെ റേറ്റിലും വരുന്നുണ്ട്, 699 രൂപേൻ്റെ റേറ്റിലും വരുന്നുണ്ട്. 699 രൂപേൻ്റെ റേറ്റിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് ഫ്രീ ആയിരിക്കും 1 മീറ്റർ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹെയർ ബോ, ഇനി ഗ്ലിറ്റർ ട്യൂബ് വേണ്ട അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് റീപ്ലേസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹെയർ ബാൻഡ്സ് ആണ്. സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ്സ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക. അത് 699 രൂപേൻ്റെ കിറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പാക്ക് ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ ഇനി ഇതെല്ലാം നോർമലി മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ധൃതി പിടിച്ചിട്ടാവും പലരും മെസ്സേജ് അയക്കുക. നമുക്ക് ഇങ്ങനെ കോൾ ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അവരെ അർജൻറ്റ് കണ്ടാൽ വിചാരിക്കും ഇപ്പം മെറ്റീരിയൽ എടുക്കുമെന്ന്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്യാൻസൽ ചെയ്തിട്ടാവും അവരെ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക. പിന്നെ അവരുടെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അങ്ങനെ കളിയാക്കാനാണ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബുദ്ധിമുട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക. ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ്. അതുപോലെ നമുക്കും ഉണ്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും പിന്നെ നമ്മളങ്ങനെ കൂടുതലായിട്ട് റഷ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കഴിവതും നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ തയ്യാറാണ് എന്നുള്ള വ്യക്തികളാണെങ്കിൽ ഓക്കെ അതിനായിട്ട് വരിക. കാരണം ഇപ്പോൾ എവിടെ ആയാലും മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് തന്നെ നിങ്ങൾക്കും എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലും മറ്റുള്ള ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോഴും എനിക്കും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഇത് അവരെടുക്കാനാണ്. അപ്പോൾ ഞാനൊന്നുകൂടെ ഒരു അലേർട്ടായിട്ട് നിൽക്കും. പക്ഷേ അതും നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആക്കരുത്. പിന്നെ ബീഡ്സിൻ്റെ ഒക്കെ ഗ്രാം നമ്മൾ 10 ഗ്രാമാണ് കണക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അലിഗേറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 ക്ലിപ്പാണ് നമ്മൾ അലിഗേറ്ററിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്കും സിൽവറും ഗോൾഡും മിക്സ്ഡാണ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് 5 കളേഴ്സ് അവൈലബിൾ ആണ്. 5 പീസ് നിങ്ങൾക്ക് എടുക്കാം, സെലക്ട് ചെയ്യാവുന്നതാണ്. അത് ഏത് കളേഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എൻജ് ബീഡ് വരുന്നത് 10 പീസായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കോപ്പർ ബോ 2 കോപ്പർ ബോയും അതുപോലെ ഗോൾഡൻ മെറ്റൽ 2 പീസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആൽഫബറ്റിൽ നിങ്ങൾക്ക് വേണ്ട ലെറ്റേഴ്സ് ചൂസ് ചെയ്യുക. ചില ആളുകൾക്ക് മിക്സ്ഡ് ആയിട്ട് വേണമെന്നുള്ളവരുണ്ടാവില്ല. ചിലർക്ക് സിംഗിൾ പീസ് അല്ലെങ്കിൽ ഇത്ര ലെറ്റേഴ്സ് എന്നുള്ളതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ചാംസ് വരുന്നുണ്ട്, ഫ്ലവർ ചാംസ്. അതും നിങ്ങൾക്കിതുപോലെ ഒരു പാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ 6 പീസ് ഉണ്ടാവും ഒരു പാക്കിൽ. അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോളന് വരുന്നത് 4 കളേഴ്സാണ്. അതിൽ ഏത് കളേഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ഐറ്റംസും നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ പലരും പറയും ഐറ്റംസ് വേറെ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള ആഡ് ചെയ്യുമെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ കിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായി എന്നുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.